പ്രേക്ഷകരെ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ശുഭാരംഭമാണല്ലോ, അതുകൊണ്ട് ഒരു ഡാൻസുമായിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങൾക്കായിട്ടുള്ള സംഗീതം ഇവിടെ പുറകിൽ കാത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ സംഗീത യുദ്ധം ഇവിടെ വീണ്ടും ആരംഭിക്കുകയാണ്. സംഗീത ലോകത്തെ കിരീടം വെക്കാത്ത വീട്ടമ്മമാരുടെ സംഗീത മാമാകത്തിന് നമ്മൾ ഇവിടെ തിരിതെളിക്കുകയാണ്. പ്രേക്ഷകരെ, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു മത്സരം. ഒരു മത്സരാർത്ഥികൾക്കും ഇങ്ങനെ മത്സരിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. കാരണം ഇത് സീസൺ വേഴ്സസ് സീസൺ ആണ്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയിലെ ടോപ്പ് കണ്ടസ്റ്റൻസ് മത്സരിക്കുന്ന ഈ ഫൈനൽ വേദിയിൽ മത്സരം തീപാറുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇവിടെ പാടാൻ അറിയാവുന്നവരും പാടി തെളിഞ്ഞവർ മാത്രമാണ് മത്സരിക്കുന്നത്. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, ഇനി കാണപ്പോറത് യുദ്ധം. അപ്പൊ പ്രേക്ഷകരെ, നേരത്തെ പറഞ്ഞതുപോലെ എന്തായാലും ഇവിടുത്തെ മത്സരം തീപാറുന്നതാണ്. അപ്പൊ തീപാറുന്ന മത്സരത്തിൽ തീപാറുന്ന വിധി എഴുതാനുള്ള വിധികർത്തകൾ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മധുചേട്ടൻ, മഞ്ജരി, ഒപ്പം ഗായത്രി. എന്താണ് സാധാരണ ഒരു പാട്ട് കഴിഞ്ഞ് ഇത്രയും നേരം പോസ് കൊടുക്കാറില്ലല്ലോ? ലോങ് ടൈം എവിടെയായിരുന്നു? എവിടേക്കാണ്? തൃശ്ശൂർ. ഓ, നിങ്ങൾ തൃശ്ശൂർക്കാരായ സ്നേഹം. പക്ഷെ നമ്മളൊക്കെ മലയാളികളാണല്ലോ, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതെ, ഞാൻ കുറെ ദൂരെയാ, കണ്ണൂര്. ശരി, അപ്പൊ നാട് ഏതായാലും എല്ലാ നാട്ടിൽ നിന്നും നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തിനാ? നാട് ഏതായാലും നമ്മൾ നന്നായാൽ മതി. നമ്മൾ ഓൾറെഡി നന്നായിട്ട് ഇരിക്കുകയാണല്ലോ. എന്തായാലും നന്നായ കുറച്ച് പാട്ടുകാർ ഇവിടെ ഉണ്ട്. 5 ചാപ്റ്ററുകളായി മത്സരിച്ച് വിജയികളായിട്ടുള്ള ആ 14 പേരെ വെച്ച് നമ്മൾ ഒരു ഫൈനൽ നടത്തുകയാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും കൊതിയാവുന്നുണ്ട്. വിധി എഴുതണ്ട, നമുക്ക് വിധി എഴുതണം. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ ഈ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഒരു ഷോ നമ്മൾ ഇവിടെ തെളിയിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഷോനെ പറ്റി എന്താണ് പറയാനുള്ളത്? 4th സീസൺ തൊട്ട് നമ്മുടെ അവിടെ മുതലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതിന്റെ ഏകദേശം അവസാനിക്കാറായപ്പോ കുറച്ചുപേരുടെയൊക്കെ പാട്ടുകൾ കേട്ടു. വളരെ നിലവാരമുള്ള സിംഗേഴ്സ് ആയിരുന്നു ഞാൻ കണ്ടിടത്തോളം. അതിന് മുമ്പുള്ളവരെയും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാം അസാധ്യമായിട്ടുള്ള സിംഗേഴ്സ് ആയിരുന്നു എന്ന്. ഇത് കഴിഞ്ഞ സീസണിലെല്ലാം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടിയ കണ്ടസ്റ്റൻസ് അല്ലേ? അതെ. അപ്പൊ പിന്നെ അതൊരു മത്സരമായിരിക്കും. കാത്തിരിക്കുന്നു മത്സരം കാണാനായിട്ട്, വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കല്യാണമൊക്കെ ആയില്ലേ? ഇല്ലല്ലേ, ആയിട്ടില്ല. ഈ ഗ്രാൻഡ് ഫിനാലയിൽ നടന്നില്ല, ഇനി മെഗാ ഫൈനലാണ് ലക്ഷ്യം. അതാണ്. അതെ, ശരി. അപ്പൊ എന്തായാലും ഗായത്രി, നമുക്ക് ഈ കല്യാണക്കാരും പിന്നെ അതാ നല്ലത്. ഓക്കെ ഗായത്രി, മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 1 ഫൈനൽ എപ്പിസോഡ് വന്നതാണ്. ഇപ്പൊ മെഗാ ഫൈനൽ വരെ വേണ്ടി വന്നു ഇവിടെ തിരിച്ചെത്താനായിട്ട്. എവിടെയായിരുന്നു ഇത്ര നാൾ? എന്നെ വിളിച്ചില്ലല്ലേ? അതെങ്ങനെയാ, രണ്ടുപേരും ഇവിടെ തൂൺ പോലെ നിക്കല്ലേ? പക്ഷെ ബോംബെയിൽ കിടക്കുന്ന എന്നെ ഫ്ലവേഴ്സ് വളരെ സ്നേഹത്തോടു കൂടി അനുസ്മരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് സീസൺ ഗ്രാൻഡ് ഫിനാലെ അന്നത്തെ ക്വാളിറ്റി കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇത്രയധികം ടാലന്റും ആ പെർഫെക്ഷനും കേട്ടിട്ട്. അപ്പൊ ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പൊ അന്നത്തെ ടാലന്റ് ഇങ്ങനെയാണെങ്കിൽ മെഗാ ഫൈനലിന്റെ നമുക്ക് ഊഹിക്കാമല്ലോ എങ്ങനെയായിരിക്കും. ഗായത്രി അന്ന് ഒരു ഫിനാലെയാണ് കണ്ടത്. അങ്ങനെ 5 ഫിനാലുകൾ കഴിഞ്ഞു, 5 വിജയികൾ വന്നു. അങ്ങനെ ടോപ്പ് 14 പേരാണ് ഈ മെഗാ ഫൈനലിൽ മാറ്റിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം മത്സരം. തീർച്ചയായിട്ടും. അതെ, ശരി.
ഇനി മഞ്ജരിയെ പറ്റി എന്താ പറയാ? നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെ പുതിയതായി പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഒന്നാമത്തെ അതെ, അയൽവക്കത്തെ കുട്ടി ആ അപ്പുറത്തെ ചെയറിലിരുന്ന് നമ്മൾ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നല്ല നല്ല പുതിയ പുതിയ ടിപ്പുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇവിടെ സ്ഥിരമായിട്ട് മഞ്ജരി തറവാട്ടിലെ അമ്മയാ. അതെ. അപ്പോ ഇവരുടെ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ അങ്ങനെ 5ാമത്തെ ചാപ്റ്ററിലെ ഫൈനൽ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത്. നമ്മളൊരു മെഗാ ഫൈനലായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ ടോപ്പ് 14 മത്സരാർത്ഥികൾ വെച്ച് ഒരു തീ പറന്ന മത്സരമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. മഞ്ജരി എങ്ങനെ നോക്കി കാണും? 14 കണ്ടസ്റ്റൻസും ഇവിടെ വന്ന് പാടുമ്പോൾ ഇതൊരു തീ പാറുന്ന മത്സരമായിരിക്കും. എന്തുകൊണ്ടും അപ്പം ഞാനും മധുചേട്ടനും ഗായത്രിയൊക്കെ ഇരിക്കുന്ന പോലെ ഞാനും ഇത് വളരെ ആകാംക്ഷയോടുകൂടി ഇവരുടെ പാട്ടുകൾ കേൾക്കാൻ വെയിറ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ടും പ്രേക്ഷകരെ ഇതൊരു അടിപൊളി സംഗീത യുദ്ധമായിരിക്കും. അതെ. ഇപ്പൊ മഞ്ജുചേട്ടാ, ഗായത്രി, നമ്മളിപ്പോ ഏതൊരു ചാപ്റ്റർ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട് തുടക്കത്തിലെ റൗണ്ടുകൾ കാണുന്ന ആൾക്കാരല്ല ഈ ഫിനാലെ വേദിയിൽ എത്തുമ്പോൾ. അങ്ങനെ ഒരുപാട് ഫിനാലകളിലൂടെ പാടി തെളിഞ്ഞ മത്സരാർത്ഥികളാണ് ഈ ഒരു ഫൈനൽ വേദിയിൽ മത്സരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ചാപ്റ്ററിലുള്ള മത്സരത്തിനേക്കാൾ കുറച്ച് ടഫായിരിക്കും ഇവിടുന്ന് അടുത്ത റൗണ്ടിലോട്ട്. കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും ആ ഒരു ജഡ്ജ്മെന്റ്. അതുകൊണ്ട് എന്താ, നിങ്ങൾ 3 പേര് പുറമെ നമ്മൾ പുറത്തുനിന്ന് വേറെ ഒരാളെ കൂടി ഇറക്കിയിട്ടുണ്ട്. അല്ല, നിങ്ങളല്ലേ പറഞ്ഞ മെഗാ ഫൈനലാണ്, ഇനിയിപ്പോ ടെൻഷൻ കൂടും, വാശിയുടെ മത്സരമായിരിക്കും. അപ്പൊ എന്തായാലും മാർക്കയുടെ ബുദ്ധിമുട്ടുണ്ടാവല്ലോ. അപ്പൊ 1-2 മിനിറ്റ് പറഞ്ഞിരിക്കാൻ ഒരാള് റിലാക്സേഷൻ. 4ാമത്തെ ആളെ കൂടി വിളിക്കാനുള്ള സമയമാണ്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ 3 പേരും ദാ അവിടെ ആ കനോപ്പിയൊക്കെ കിട്ടി നമ്മൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പന്തലിനുള്ളിൽ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. മഞ്ജരി, മധുചേട്ടാ, ഗായത്രി, എന്നാ തുടങ്ങിയാലോ അടുത്ത കാര്യങ്ങളോട്ട്? അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മെഗാ ഫൈനൽ ആണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 3 പേർക്കും വിധി എഴുതാൻ കുറച്ച് ടഫ് ആകും എന്ന് നേരത്തെ മധുചേട്ടൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരാളെ കൂടി വിളിക്കുകയാണ് നിങ്ങൾക്ക് കൂട്ടിനായി. ഒരു കസേര അവിടെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. അതെ, ഞങ്ങൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആരാണ്. ശരി, ആ ഒരു വിധികർത്താവിനെ പറ്റി പറയുകയാണെങ്കിൽ ആളൊരു എന്റർപ്രണർ ആണ്. എന്താണ്? സംരംഭക. കറക്റ്റ് ആയില്ലേ? ശരി, അവരൊരു വീട്ടമ്മയാണ്, അതാണ് ഹൈലൈറ്റ്. ഒരു ഭാര്യയാണ്, ഒരു അമ്മയാണ്, മകളല്ലേ, അഭിനേത്രിയാണ്, മകളായിരുന്നു, അഭിനേത്രിയാണ്, ഒരു നർത്തകിയാണ്. ലെറ്റ്സ് വെൽക്കം ബ്യൂട്ടിഫുൾ ആശാ ശരത്. ഇതുവഴി കാളിന്റെ തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴിവിളി തലനേയുന്നതി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകാരിൽ വരുമോ കാളിന്റെ തടത്തിൽ പ്രേമഹർഷമായി. നമ്മളതാ മ്യൂസിക്കൽ വൈഫ് എവിടെ പോ ചേച്ചി? ദൂരെ നിൽക്കാൻ ആണോ? എന്താ പേടിയാണോ ചേച്ചി? അല്ലല്ലേ, വന്നപ്പോ തന്നെ മനസ്സിലായിരിക്കുന്നു അല്ലേ? നിന്നാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെ കുറച്ച് നാളായി കണ്ടു തുടങ്ങിയിട്ട്. അപ്പൊ മറ്റേ ഈ ചാരി കിടക്കുമ്പോ മുല്ലപ്പൂ ഏറ്റ് കിടക്കും അല്ലേ? അല്ല, അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് സൂക്ഷിക്കണം, അതുകൊണ്ട് കുറച്ച് മാറി. സാരല്ല, ആശ ചേച്ചി കുറച്ചടുത്തേക്ക് വരാം. പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ട്, ഞാനും ആശ ചേച്ചിയും ഒരു ഫ്രെയിമിൽ.
ശരി. ഓക്കെ, ശരി. ആശ ചേച്ചി, ദ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലാണ്. നമ്മൾ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്ന് പറഞ്ഞിട്ട് 5 ചാപ്റ്ററിലായി നടന്ന ഒരു മത്സരത്തിൽ നിന്ന് വിജയികൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. എങ്ങനെ നമ്മുടെ ഈ മെഗാ ഫൈനലിനെ പറ്റി എങ്ങനെ നോക്കി കാണുന്നു? അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഗ്രാൻഡ് ഫിനാലെ കണ്ടിട്ടുണ്ടോ? ഈ ഷോയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ട്, ഷോ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. ഭാര്യമാരൊക്കെ ഇങ്ങനെ നിന്ന് പാടുന്ന കാണുമ്പോൾ ഭയങ്കര ആക്ച്വലി ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു മെഗാ ഫൈനലിൽ തീ പാർന്ന മത്സരം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള 3 ജഡ്ജസ് മാർക്കിടാൻ കുറച്ച് ടഫ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അവർക്ക് കൂട്ടിനാണ് ആശ ചേച്ചിയെ വിളിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞ ആശ ചേച്ചിയെ പോലെ ഒരാളെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇവരത്ര ദ്രോഹിക്കുന്നുണ്ടായിരുന്നു. അല്ല, അതല്ല, ഈ പലപ്പോഴും ഈ പെർഫോമൻസ് റൗണ്ടുകളൊക്കെ വരുമ്പോ മധുചേട്ടനൊക്കെയാണ് ഗ്രേസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. അപ്പോ പ്രേക്ഷകർക്ക് കുറച്ചുകൂടിയും ഗ്രേസ് ആയിട്ടുള്ള ഒരാളെ ഗ്രേസിനെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലേ, അതൊരു ഞാൻ പിന്നെ അധികം സംസാരിക്കേണ്ട കാര്യമില്ല. അതിനു വേണ്ടിയിട്ടാണോ ആശ ചേച്ചി സംസാരിക്കാതിരിക്കാനാണോ? ഞാൻ ചില കാര്യങ്ങൾ പുള്ളീനെ സംസാരിപ്പിക്കാം, അല്ലാത്ത കാര്യങ്ങൾ ചേച്ചി സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ചെരുപ്പ് തൊട്ട് തലയിൽ വെച്ചിരിക്കുന്ന ക്ലിപ്പിനെ പറ്റി വരെ വിവരണം ഉണ്ടാവും മധുചേട്ടന്റെ ഭാഗത്ത് നിന്ന്. അത് ശരി. ഇപ്പൊ തന്നെ ആശയം നോക്കിയേ. ഫോർ എക്സാമ്പിൾ മധുചേട്ടാ, ഈ ആശുചേച്ചിയുടെ ഗെറ്റപ്പിനെ പറ്റി ഒന്ന് സാരി, ആ കാണുന്ന ബോർഡർ, അയ്യോ മധു. താങ്ക് യു മധു. നമ്മൾ അധികം നേരം കൊടുക്കണ്ട, പുള്ളി വീണ്ടും വിവരിച്ചോണ്ടേയിരിക്കും. ശരി, അപ്പൊ ആശ ചേച്ചി എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ ആശ ചേച്ചിയെ കൂടി കാണാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും നമ്മുടെ മത്സരാർത്ഥികളൊക്കെ പുറകിൽ റെഡിയാണ്. അവരുടെ ആ മത്സരം കാണാൻ ചേച്ചി റെഡിയാണോ? ഞാൻ ശരിക്കും കാത്തിരുന്ന ഒരു മത്സരം തന്നെയാണ്. കാര്യം പാട്ടും ഡാൻസും ഒക്കെയുള്ള ഒരു കലാ ജീവിതത്തിലൂടെ പോകുന്ന ഒരാളാണ് ഞാൻ. പാട്ട് പാടാൻ കഴിവില്ല, പക്ഷെ അവിടെ ഇരുന്ന് ഇങ്ങനെ പാട്ട് കേൾക്കുക, പാട്ടിനെ കുറിച്ച് കുറച്ചൊക്കെ സംസാരിക്കാനും മനസ്സിലാക്കാനും പറ്റും. അതുകൊണ്ടാണ് ഇരിക്കാന്ന് വിചാരിച്ചത്. ആൻഡ് ദ പെർഫോമൻസ്, ഇവരൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഓൾ ടുഗദർ, അതിലെല്ലാം ഉപരി എങ്ങനെയാണ് ഭാര്യമാർ, അതായത് വീട്ടിലെ 100 ജോലികൾ മാറ്റിവെച്ച് അല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് ഇതിന് സമയം കണ്ടെത്തി അവരത് പഠിച്ച് പാടുന്നത് കാണാനുള്ള ഒരു കൊതി കൊണ്ടുകൂടിയാണ് ഭാര്യയായ ഞാൻ ഓടിയെത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ എത്തിയത് നഷ്ടമാകില്ല, കാരണം അത്രയധികം ഒരു കടുകട്ടി മത്സരമാണ് നിങ്ങൾക്കായി ടാലൻസ് ആണ് പുറകിൽ കാത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആശ ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. മധുചേട്ടാ, ടു ബി ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പൊതുവെ അങ്ങനെയുള്ള ഒരാളാണ്. അങ്ങനെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഉത്തരം തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മധുചേട്ടാ, ഗ്രാൻഡ് ഫിനാലയിൽ മഞ്ജരി മാത്രമാണ് കൂട്ടിനുണ്ടായിരുന്നത്. അതെ. ഇപ്പൊ നോക്കൂ, ഇടത്തോട്ടും വലത്തോട്ടും നോക്കൂ. അതെ, യെസ്, ഞാൻ മാത്രം ഒരു ആൺതരി. അതെ, അപ്പൊ അതിന്റെ ഒരു ടെൻഷനോ ഒരു ഷൈനസോ ഒക്കെ ഉണ്ടോ? അവരെന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആകാംക്ഷയാണ്, സന്തോഷമാണ്. ഓക്കെ, എന്നാ സന്തോഷം നമുക്ക് ഇരട്ടിയാക്കിയാലോ? ഓക്കെ, തീർച്ചയായിട്ടും. ഒരാളെ കൂടി വിളിക്കുകയാണ്. നമ്മൾ 4 പേരുടെ കാര്യം പറഞ്ഞു, ഒരു സീറ്റ് കൂടി അവിടെ ഒഴിഞ്ഞെടുക്കുന്നില്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചു. യോജിച്ച ഒരാളെ തന്നെ കൊണ്ടുവരണ്ടേ? പിന്നെ വേണ്ടേ? ആ ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ മ്യൂസിക്കൽ വൈഫിന്റെ ഒരു പ്രേക്ഷകയാണ്. ഈ ഒരു ഷോ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പാട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പാട്ടുകാരിയാണ്, നർത്തകിയാണ്, അത്യാവശ്യം എഴുതും. അതിലെല്ലാം ഉപരി ഒരു IAS കാരിയാണ്. ദിവ്യ S. അയ്യർ. സ്വാഗതം മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലോട്ട്. ഇതൊരു മെഗാ ഫൈനലാണ്. അപ്പോ മാം, ഇതിനു മുമ്പ് നമ്മുടെ ഈ ഷോ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കുറെ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും മഞ്ജരി അയക്കുന്ന വാട്സാപ്പിൽ അയക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലൊരു നല്ല സൗഹൃദമുണ്ട്. അപ്പം തീർച്ചയായിട്ടും. പിന്നെ ദിവ്യ മാഡം ഒരു അസല് പാട്ടുകാരി കൂടിയാണ്. അപ്പൊ ഈ ഒരു വേദിയില് അവരുടെ സംഗീതം നമുക്ക് കേൾക്കണം. അതുപോലെ സുന്ദരിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു വേദിയിൽ വന്നതിൽ താങ്ക് യു സോ മച്ച് ആൻഡ് വെരി വാം വെൽക്കം. താങ്ക് യു സോ മച്ച്. ദാറ്റ് മീൻസ് എ ലോട്ട്. നമ്മുടെ മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് എല്ലാവരും വീട്ടമ്മമാരാണ്. അവർ പല പല തിരക്കുകൾക്കിടയിൽ നിന്നും ഈ ഒരു സംഗീതത്തിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രം ഇവിടെ മത്സരിക്കാൻ വന്ന് അവർ കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. അപ്പോൾ എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഈ ഒരു മോട്ടിവേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം എന്താണ്? വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, മ്യൂസിക്കൽ വൈഫിൽ നിന്നും മ്യൂസിക്കൽ ലൈഫായി മാറട്ടെ നിങ്ങളുടെ ജീവിതം എന്ന് ആശംസിക്കുകയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ തന്നെ യഥാർത്ഥത്തിൽ ആക്ച്വലി അതിന് മുൻപ് തന്നെ സംഗീതത്തിന് നമ്മുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനമുണ്ടെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതൊരു കാര്യമാണ്. അത് അനുഭവത്തിൽ നിന്നും തിരിച്ചറിയുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ സംഗീതം ആസ്വദിക്കുകയും സംഗീതം ആസ്വദിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, എല്ലാ കലാകാരികൾക്കും ഒരു
വലിയ പ്രണാമം. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റുകൂട്ടുകയേ ഉള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, എന്തായാലും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയിലെ പല പല എപ്പിസോഡുകളിലായിട്ട് പല രംഗങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ പെർഫോമൻസ് ലൈവായിട്ട് കാണാനായിട്ടാണ് മാം എത്തിയിരിക്കുന്നത്. അപ്പൊ 4 വിധികർത്താക്കൾ പോലെയുള്ള വിധികർത്താക്കൾ. സംഗീതമാകുന്ന സാഗരത്തിന്റെ അവിടെ കയ്യിൽ പോയാലും താങ്ങി നിൽക്കാൻ നിങ്ങൾ 4 പേരുണ്ടല്ലോ, അതാണ് എന്റെ ഒരു സമാധാനം. സപ്പോർട്ട് എപ്പോഴും ഉണ്ട്. അപ്പൊ മാം, അപ്പൊ അവരുടെ കൂടെ പാട്ട് ആസ്വദിക്കുക, നമ്മുടെ ഈ വാശിയുടെ മത്സരം കണ്ട് സന്തോഷിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ പ്രേക്ഷകരെ, നമ്മുടെ വിധികർത്താക്കൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് നമ്മുടെ മത്സരാർത്ഥികളാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജയികൾ തമ്മിലുള്ള ഒരു മത്സരമാണ് ഈ ഫൈനൽ വേദിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആ വിജയികളെ എല്ലാവരും ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. ഞാൻ ഓരോ ചാപ്റ്ററിലെ വിജയികളെ ആ ക്രമത്തിൽ തന്നെ വിളിക്കാം. അപ്പൊ കിട്ടും ആ ക്രമത്തിൽ തന്നെ. ഇന്നത്തെ ദിവസം 2 കൽപ്പിച്ചാണ് അല്ലേ? ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ആ ക്രമത്തോടുകൂടി ആ ക്രമത്തിൽ നമുക്ക് വിളിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ചാപ്റ്റർ 1 വിജയികളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രുതി എസ് ബാബു, ആതിര വിജയൻ, ശ്രീഷ്മ. ഇനി ചാപ്റ്റർ 2 വിനേഴ്സിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി ശ്രീനാഥ്, കീർത്തന, നിഖില. ഇനി നമുക്ക് ചാപ്റ്റർ 3 വിജയികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ആതിര വിജിത്ത്, ഒപ്പം കിൻഷ. കൂട്ടത്തിൽ ഒരാൾ മിസ്സിംഗ് ആണല്ലോ. സോനയ്ക്കാണ് ഇവിടെ എത്താൻ സാധിക്കാത്തത്. കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ആൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ 2 പേരാണ് മത്സരിക്കുന്നത്. റെഡി ആണല്ലോ? ഓക്കെ. അപ്പൊ താണ്ടെ നമ്മുടെ ചാപ്റ്റർ 1 2 3 വിജയികൾ എത്തിയിരിക്കുകയാണ്. ഇനി ചാപ്റ്റർ 4 വിജയികളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ജോയ്സ്, കൃഷ്ണശ്രീ, അമൃത ജയകുമാർ. അങ്ങനെ ചാപ്റ്റർ 4 3 വിജയികൾ എത്തിയിരിക്കുകയാണ്. ഇനി ചാപ്റ്റർ 5 3 വിജയികൾ. ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി പ്രശാന്ത്, ആതിര പി ടി, അൽക്ക. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ മാറ്റിയൊരുക്കുന്ന 14 മത്സരാർത്ഥികൾ എന്റെ ഇടവും വലവുമായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവർ പാടി തെളിഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ വിജയികൾ തമ്മിലുള്ള ഈ ഫിനാലെ വേദിയിൽ ആര് കിരീടം ചൂടും എന്നറിയാൻ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പാട്ടൊക്കെ പഠിച്ച് സെറ്റ് അല്ലേ? അപ്പൊ വാശിയുടെ പോരാട്ടം തന്നെ നമുക്ക് ഈ ഒരു ഫൈനൽ വേദിയിൽ കാണാൻ പറ്റൂലേ? സെറ്റ്. അതെ, അങ്ങനെ ഒരു സെറ്റ് അവരോട് ചോദിച്ചതാ. ആണോ? ശരി, അപ്പൊ എന്തായാലും നമ്മുടെ വിധികർത്താക്കൾ സെറ്റാണ്, നിങ്ങളും സെറ്റാണ്, നമ്മുടെ പ്രേക്ഷകർ സെറ്റോട് സെറ്റ്. ഓക്കെ. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയിൽ ഇല്ലാത്ത കുറച്ച് മാറ്റങ്ങൾ ഈ മെഗാ ഫൈനലിലുണ്ട്. നിങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? ജഡ്ജസിന്റെ മുമ്പിൽ ഒരു ഗോൾഡൻ ബസർ ഇരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പെർഫോമൻസുകളൊന്നും ഇല്ല അടുത്ത റൗണ്ടിലോട്ട് സേഫായി ലാൻഡ് ചെയ്യാൻ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരൊറ്റ പെർഫോമൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരൊറ്റ പെർഫോമൻസിൽ വേണം നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് കയറാനുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുക. റെഡി അല്ലേ? പിന്നെ നിങ്ങൾ പാട്ട് പാടാൻ പോകുന്ന പാട്ട് നിങ്ങൾക്ക് ഓൾറെഡി തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഒരു ലോട്ടിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അത് പെർഫോമൻസ് ആണോ ഫേവറേറ്റ് ആണോ എന്നുള്ളതൊക്കെ ആ ഭാഗ്യ പരീക്ഷണം പോലെ ഇരിക്കും. ഓക്കെ.
അപ്പൊ ഏതായാലും നിങ്ങൾ പാട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് പാട്ട് വേണോ എന്നുള്ളത് ഇവർ ലോട്ടിട്ട് തീരുമാനിക്കട്ടെ, അതെ അല്ലേ? ഭാഗ്യം പോലെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളൊന്നുമില്ല. കിട്ടുന്ന അവസരം മാക്സിമം ഉപയോഗിക്കുക. കാരണം നിങ്ങൾ ഓൾറെഡി പാട്ട് പാടി തെളിയിച്ച ആൾക്കാരാണ്, നിങ്ങളുടെ കഴിവ് ലോകം അറിഞ്ഞതാണ്. സോ ഇനിയുള്ള അവസരങ്ങളൊന്നും കളയാതെ മാക്സിമം ബെസ്റ്റ് തന്നെ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഒരു യുദ്ധമായിരിക്കണം നടക്കേണ്ടത്, സംഗീത യുദ്ധം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. അപ്പോ നിങ്ങളിൽ ആരാണ് ആദ്യം പാട്ട് പാടാൻ പോകുന്നത്? ആ പാടുന്ന ആൾ ഏത് പാട്ടാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. ഫേവറേറ്റ് റൗണ്ടാണ് കിട്ടിയത്. ഞാൻ പ്രതീക്ഷിച്ചത് ഇത് തന്നെയായിരുന്നു. ഈ പാട്ടിനെ പറ്റി പറയാം. ആഭിജാത്യം എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു താരാട്ട് പാട്ടാണ്, കല്യാണക്കുരുവിക്ക് എന്ന് പറഞ്ഞൊരു സോങ്ങാണ്. അപ്പോൾ ഈ പാട്ടെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആളെ, അത് എൻ്റെ ചേച്ചിയുടെ മോളെ ഞാൻ ചെറുപ്പത്തിൽ പാട്ട് പാടി ഉറക്കിയിരുന്ന പാട്ടാണ്. അപ്പോൾ ഞാൻ മെഗാ ഫിനാലെ ആണ്, നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ്, എല്ലാവരും വിന്നേഴ്സാണ്, കട്ടയ്ക്കാണ്. അപ്പോൾ ആദ്യത്തെ പാട്ട് തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാടാൻ പറ്റുന്നു. അത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ബാക്കി സ്റ്റേജിൽ കാണാം. വീണ്ടും സ്വാഗതം. താങ്ക് യു. ഇങ്ങനെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു മെഗാ ഫൈനലിലേക്ക്? ഒരു മെഗാ ഫൈനൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നടക്കുന്നു വിചാരിച്ചില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ആഗ്രഹിച്ചത് ദാ ഇവിടെ നടന്നിരിക്കുകയാണ്. ലോട്ടൊക്കെ എടുത്തല്ലോ? എടുത്തു. ഏത് റൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്? ഫേവറേറ്റ് റൗണ്ടാണ്. ഫേവറേറ്റ് ആണ്. അത് തന്നെയാണോ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് പഠിക്കുന്ന സമയത്ത്? രണ്ടും ഒരേപോലെയാണ്. രണ്ടും രണ്ട് ടൈപ്പ് ആണല്ലോ, രണ്ടറ്റത്ത് നിൽക്കുന്ന ടൈപ്പുകളാണല്ലോ. അപ്പൊ രണ്ടും ഒരേപോലെ നോക്കിയിട്ടുണ്ട്. ഇത് ഫേവറേറ്റ് എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഫേവറേറ്റ് സോങ് ആണ് ഇപ്പൊ ലോട്ടിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അടിച്ചു പൊളിക്കാം. ഓക്കെ ഷുവർ. പിന്നെ മറക്കണ്ട, അടുത്ത ആഴ്ചയിലോട്ട് നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഒറ്റ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ും നെല്ലും വൈക്കോലും പഞ്ഞിയും പാ
അപ്പൊ എന്തായാലും ഈ ഒരു പെർഫോമൻസിനെ പറ്റിയുള്ള ജഡ്ജ്മെന്റ് നമുക്ക് കിടക്കാം അല്ലേ? കേൾക്കാം. ശരി, അപ്പോ മാം തന്നെ തുടക്കം കുറിച്ചോളൂ. വളരെ മനോഹരമായിട്ട് പാടി. ശരിക്കും അത് കേൾക്കുമ്പോൾ കുഞ്ഞിനെ കൂടെ കൊണ്ടുവരണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രമാത്രം എനിക്കൊന്ന് ഓരോ അമ്മയുടെയും ഹൃദയത്തെ സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു പാട്ടാണ്. അപ്പൊ ആ ഒരു പാട്ട് എടുത്തുകൊണ്ട് വന്ന് മനോഹരമായി അവതരിപ്പിച്ചതിന് നന്ദി. താങ്ക് യു മാം. പ്രേക്ഷകർക്ക് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് അവിടെ ഒരു ബസർ വെച്ചിട്ടുള്ളതെന്ന്. അപ്പോ ഇവിടെ ഞെട്ടിക്കുന്ന പെർഫോമൻസുകൾ കണ്ടാൽ നിങ്ങൾക്ക് അപ്പോ ആ ഗോൾഡൻ ബസർ അടിക്കാം. ആ ഗോൾഡൻ ബസർ കിട്ടുന്ന ആൾക്ക് ഒരുപാട് സർപ്രൈസുകൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവര് നന്നായിട്ട് പാടും തോറും ഞങ്ങൾക്കും ബുദ്ധിമുട്ട് കൂടും. എന്തായാലും നമുക്ക് ഈ പാട്ടിനെ കുറിച്ച് പറയാം. മതിച്ചേട്ടാ തുടങ്ങിക്കോളൂ. ആതിര, സർ. നല്ല സെലക്ഷൻ. താങ്ക് യു. അപ്പൊ ഇത് നന്നായിട്ട് പാടാൻ സാധിച്ചു എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടോ? നന്നായിട്ട് പാടാൻ പറ്റി. ഓക്കെ, നന്നായിട്ട് തന്നെയാണ് പാടിയത്. ഉഗ്രനായിരുന്നു. താങ്ക് യു. ചെറിയ ചെറിയ പിച്ച് പ്രോബ്ലംസ്, മൈന്യൂട്ട് ആയിട്ടുള്ള പിച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു പാടിയപ്പോൾ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നിയത്. പിന്നെ ഹമ്മിങ് പാടുമ്പോൾ എന്നുള്ള ഇതൊക്കെ ഇല്ലേ, അതൊക്കെ പാടുമ്പോൾ കുറച്ചൊന്ന് വീക്കായിരുന്നു വോയിസ്. കുറച്ചും കൂടി ഒന്ന് സ്റ്റഡി ആക്കണമെന്ന് എനിക്ക് തോന്നി. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും നന്നായിരുന്നു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗായത്രി, ടെക്നിക്കൽസ് ഓൾറെഡി മധു പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ വോയിസ് എസ്പെഷ്യലി എൻഡ് ഓഫ് ദ സെൻറ്റൻസ് പോകുമ്പം അതേ എനർജി കീപ്പ് അപ്പ് ചെയ്യാനായിട്ട് നോക്കണം. പക്ഷേ നല്ല ലയിച്ച് പാടി. ഓവറോൾ വെരി ഗുഡ് പ്രസന്റേഷൻ. താങ്ക് യു ചേച്ചി. മഞ്ജരി. ആതിര, എനിക്ക് ആതിരയുടെ ഈ പാട്ട് ആതിര നന്നായിട്ട് പാടുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് പാടിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനും ഒരുപാട് എൻജോയ് ചെയ്തു ആതിര പാടിയത്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ആതിരയുടേതായ രൂപത്തിൽ ഭാവത്തിൽ അല്ലാത്തൊരു പാട്ട് കേൾക്കണം. അപ്പോഴാണ് ശരിക്കും അതൊരു കോമ്പറ്റീഷൻ ആവുന്നത്. ഓക്കെ, അടുത്ത റൗണ്ടിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ഇത് സൂപ്പർബായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. പക്ഷേ അതില അടുത്ത റൗണ്ടിലോട്ട് കടക്കോ ഇല്ലെന്നറിയാൻ നമുക്ക് ഒരുപാട് കടമ്പകളുണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷ വെക്കുമ്പോഴാണല്ലോ. പിന്നല്ലാതെ അത്രേ ഉള്ളൂ. ആശ ചേച്ചി. അതിര, ഇവരൊക്കെ പാട്ടിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ കീറി മുറിച്ചിട്ടൊക്കെ സംസാരിക്കും. ഞാൻ അങ്ങനെയല്ല കേട്ടോ. കാര്യം അതിനെക്കുറിച്ച് സംസാരിക്കാൻ, അവർ ആധികാരികമായിട്ട് സംസാരിക്കാൻ അവർക്കറിയാം. ഞാൻ ഇങ്ങനെ പാട്ട് കേട്ട് ആസ്വദിച്ച് നല്ല മുണ്ടും വേഷ്ടിയെ കൊടുത്ത് സുന്ദരിയായിട്ട് നിന്ന് ഒരു അമ്മ ഒരു കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. ഗംഭീരമായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിരുന്നു പാട്ടും ആളും എല്ലാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇനി അതിര സേഫ് സോൺ ആണോ ഡേഞ്ചർ സോൺ ആണോ എന്നറിയാനുള്ള സമയമാണ്. സേഫ് സോൺ ആണെങ്കിൽ അടുത്ത റൗണ്ടിലോട്ട് ഈസി ആയിട്ട് കിടക്കാം. പക്ഷേ ഡേഞ്ചർ സോൺ ആണെങ്കിൽ എലിമിനേഷൻ പ്രോസസ്സൊക്കെ കഴിയേണ്ടി വരും. ഓക്കെ, ടെൻഷൻ ഒന്നുമില്ലല്ലോ? ടെൻഷനൊന്നുമില്ല. കൂളല്ലേ? കൂളാണ്. അപ്പൊ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആതിര, ആതിരയുടെ പൊസിഷൻ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമോ? നന്നായിട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ ആദ്യ റൗണ്ടിൽ വന്ന് പെർഫോം ചെയ്യുന്ന പോലെയല്ല ഈ മെഗാ ഫൈനലിൽ. കാരണം ഫിനാലകൾ താണ്ടി പാട്ട് പാടി തെളിഞ്ഞ വിന്നേഴ്സ് ആണ് ഇവിടെ കോമ്പറ്റ് ചെയ്യുന്നത്. ആതിരയുടെ പൊസിഷൻ ഡേഞ്ചർ സോൺ ആണ്. അപ്പൊ ആതിര ടെൻഷൻ അടിക്കണ്ട, ഇനി ഒരു അവസരം കൂടിയുണ്ട്. അത് എലിമിനേഷനിലാണ്. സോ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇത് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ. ഇത് സീസണുകൾ തമ്മിലുള്ള മെഗാ പോരാട്ടം. എന്തായാലും നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥിയുടെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. അവർ എന്താ കൈപ്പൊക്കിയത്? ഒരു പെർഫോമൻസ് റൗണ്ട് ആകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ നമുക്കത് തന്നെ ആഗ്രഹിക്കാം. കാരണം മത്സരാർത്ഥി പോയിട്ട് ലോട്ട് എടുക്കട്ടെ. എന്തായാലും ഒരു കടുത്ത ലാലേട്ടൻ ഫാനാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുമാണ് ലാലേട്ടൻ്റെ അടിച്ചുപൊളി പാട്ടുകളിലെ ഒരു പാട്ടായതുകൊണ്ട് അത് തന്നെ പെർഫോമൻസ് റൗണ്ടിൽ മെഗാ ഫൈനലിൽ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പാടാൻ പറ്റിയതിൽ, ഞാൻ ആഗ്രഹിച്ച പാട്ടിനെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. രാവിൽ പൂന്തേൻ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. മാക്സിമം എൻ്റെ ഇൻപുട്ട് കൊടുത്ത് പാടാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ലോട്ടൊക്കെ എടുത്ത് നമ്മുടെ മത്സരാർത്ഥി പുറത്ത് റെഡി ആയിട്ട് നിൽക്കുവാണ്. അടുത്ത മത്സരാർത്ഥി എന്ന് പറയുന്നത് ചാപ്റ്റർ 2-ലെ വിന്നറാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീകുട്ടി. ശ്രീകുട്ടി
ഗെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ഇവർ ആഗ്രഹിച്ച പോലെ ഒരു പെർഫോമൻസ് റൗണ്ട് ആയിരിക്കുമോ? ക്ലാസിക്കൽ പാടാൻ എന്തിനോ ഒരുങ്ങി തിരിച്ച് അല്ലേ? കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. എന്തിനോ ഒരുങ്ങി തിരിച്ച് വന്നിരിക്കുകയാണ് വന്നിരിക്കുന്നത്. ലോട്ടൊക്കെ എടുത്തല്ലോ. ഫേവറേറ്റ് സോങ് ആണോ അതോ പെർഫോമൻസ് റൗണ്ട് ആണോ? കോലം കണ്ടിട്ട് എന്ത് തോന്നുന്നു? പെർഫോമൻസ് ആയിട്ടാണ് തോന്നുന്നത്. ഇനിയിപ്പോ പെർഫോമൻസ് കോസ്റ്റ്യൂം ഇട്ട് പറയാൻ പറ്റില്ല. മാച്ചിങ് ഉണ്ട്. എന്തത് തിളക്കമാണോ? ഞാനും ഷൈനിങ് പുള്ളിക്കാരത്തിയും ഷൈനിങ് ആണല്ലേ? ശരിക്കും നല്ല മാച്ചിങ് ആണ് രണ്ടുപേരും. ഓക്കെ, അപ്പൊ ശ്രീകുട്ടി എല്ലാവരും കാത്തിരിക്കുവാണ്. അപ്പൊ റെഡി ആണല്ലോ? അപ്പൊ പെർഫോമൻസ് റൗണ്ട് ആണ് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. Very good. Very good. Whoa, whoa, musical vibe. The mega final
ശ്രീകുട്ടി എങ്ങനെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചോ? കുഴപ്പമില്ല. ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. ചെറുതായിട്ട്. ശരി, എന്തായാലും കലക്കം പാട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുവാണ്. എന്തായാലും അവര് ഗോൾഡൻ ബസ്റ്റർ അടിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ സേഫ് ആണോ ഡേഞ്ചർ സോൺ ആണോ എന്ന് നമുക്ക് ഉടൻ തന്നെ അറിയാം. അതിനു മുമ്പ് നമുക്ക് ജഡ്ജ്മെന്റിലോട്ട് കിടക്കാം. മഞ്ജരി, ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു ആസ് യൂഷ്വൽ. എനിക്ക് ശ്രീകുട്ടിയുടെ എപ്പോഴും ശ്രീകുട്ടി ഇത് ഇങ്ങനെ ഒരു ഗെറ്റപ്പിൽ വരുമ്പോഴേ അറിയാം രണ്ടും കൽപ്പിച്ച് ഇവിടെ പൊളിക്കാനായിട്ട് വന്നിരിക്കുക എന്നുള്ളത്. അസലായിട്ട് പാടി ശ്രീകുട്ടി. ലവ് യു. ചേട്ടാ പാട്ടിനെ കുറിച്ച്. ശ്രീകുട്ടി നന്നായിരുന്നു. ഇത് എന്റെ വളരെ അടുത്ത ജ്യേഷ്ഠതുല്യരായിട്ടുള്ള രണ്ടുപേര്, ദിനേശ് ചേട്ടനും ഉണ്ണിച്ചേട്ടനും. വളരെ അടുത്ത, ഞങ്ങൾ വളരെ ക്ലോസുമാണ് രണ്ടുപേരും. അപ്പൊ അവർ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. 2 മെയിൽ സിംഗേഴ്സ് പാടിയ പാട്ടാണ് ശ്രീകുട്ടി ഒറ്റയ്ക്ക് പാടിയത്. അതാണ് വളരെ നന്നായിട്ട് തന്നെയാണ് ശ്രീകുട്ടി പാടിയത്. ഉഗ്രനായിരുന്നു. ഗായത്രി, ശ്രീകുട്ടി എക്സലന്റ് പെർഫോമൻസ്. താങ്ക് യു ചേച്ചി. ഓവറോൾ വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ കീപ് റോക്കിംഗ് ലൈക്ക് ദിസ്. തീർച്ചയായിട്ടും. ശരിക്കും ഞാനതൊരു കോമ്പറ്റീഷൻ ആണെന്ന് മറന്നുപോയി. ഒരു സ്റ്റേജ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ്, നമ്മുടെ ഫിലിം അവാർഡ്സ് ഒക്കെ ഇല്ലേ, അതിങ്ങനെ കാണുന്ന രസത്തിലാണ് ഞാൻ കണ്ടിരുന്നത് തുടക്കം മുതൽ അവസാനം വരെ. പിന്നെയാണ് മാർക്കൊക്കെ ചോദിച്ചപ്പോൾ അയ്യോ ഇതൊരു കോമ്പറ്റീഷൻ ആണല്ലോ എന്ന് വിചാരിച്ചത്. അത്ര രസം ഉണ്ടായിരുന്നു. ഡാൻസേഴ്സ് വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഗംഭീരായിരുന്നു ശ്രീകുട്ടി. സൂപ്പർ. അപ്പൊ എന്തായാലും നമ്മുടെ 4 ജഡ്ജസിന്റെ ജഡ്ജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ദിവ്യ മാഡം. ശ്രീകുട്ടി, you gave us a boost of energy on the stage. Thank you so much. So thank you so much for that. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഞാനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പൂർണ്ണമായിട്ടും അത് ആസ്വദിച്ചു. പെർഫോമേഴ്സിന്റെ കൂടെയും ഇഴുകിച്ചേർന്ന് യഥാർത്ഥത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. സോ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ശ്രീകുട്ടി, ഇനി ശ്രീകുട്ടി ഏത് പൊസിഷനിലാണ് എത്തിയിരിക്കുന്നത് എന്നറിയാനുള്ള സമയമാണ്. സേഫ് സോൺ ആണോ ഡേഞ്ചർ സോൺ ആണോ? സേഫ് സോൺ ആണെങ്കിൽ നമ്മൾ സേഫായി അടുത്ത വീക്കിലോട്ട് ലാൻഡ് ചെയ്യും. ബട്ട് ഡേഞ്ചർ സോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എലിമിനേഷൻ പ്രോസസ് ഒക്കെ ചാടി കിടക്കേണ്ടി വരും. ടെൻഷൻ ഒന്നുമില്ലല്ലോ? കൂളാണ്. ചാപ്റ്റർ 2 വിന്നറാണ്. അപ്പൊ അടുത്ത വീക്കിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഉടൻ തന്നെ അറിയാം. ഓക്കെ, ശ്രീകുട്ടിയുടെ പൊസിഷൻ വന്നിരിക്കുന്നത്. ശ്രീകുട്ടി ടെൻഷൻ ഒന്നുമില്ലല്ലോ? ഫ്രീ അല്ലേ? എന്ത് റിസൾട്ട് വന്നാലും കൂളാണ് അല്ലേ? എന്താണ് ഒരു സേഫ് ആകാൻ സാധ്യത ഉണ്ടോ ജഡ്ജ്മെന്റ് ഒക്കെ വെച്ചത് വിലയിരുത്തുമ്പോൾ? നോ ഐഡിയ. എങ്കിൽ ശ്രീകുട്ടി യു ആർ സേഫ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആദ്യത്തെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. സേഫ് ലാൻഡിംഗ് ആണ്. അപ്പൊ അടുത്ത വീക്കിലോട്ട് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ ഇപ്പോഴേ തുടങ്ങിക്കോളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഫേവറേറ്റ് സോങ് റൗണ്ടാണ്. എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏതോ ജന്മ കൽപ്പനയിൽ എന്ന് പറഞ്ഞ പാട്ട്. ചിലപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് ആയിരിക്കും ചിലപ്പോൾ ഇത് ആദ്യം എനിക്ക് കിട്ടിയത്. സോ അപ്പോൾ എല്ലാവരും നല്ല സൂപ്പർ സിംഗേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ ടാലൻറ്റഡ് സിംഗേഴ്സിൻ്റെ ഒപ്പമാണ് മത്സരിക്കുന്നത്. എനിക്ക് അതിലും നന്നായിട്ട് പാടാൻ പറ്റട്ടെ എന്ന് ഞാൻ തന്നെ ആശംസിക്കുന്നു, എന്നോട് തന്നെ. അപ്പോൾ സ്റ്റേജിൽ കാണാം. ഇത് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ സീസണുകൾ തമ്മിലുള്ള മെഗാ പോരാട്ടം. എന്തായാലും നമ്മുടെ മെഗാ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മത്സരാർത്ഥികളുടെ മത്സരം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? വേഗം വിളിച്ചോളാം. അപ്പൊ എന്തായാലും നറുക്കൊക്കെ എടുത്ത് ഒരു മത്സരാർത്ഥി കാത്തിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ചാപ്റ്റർ 1 സെക്കൻഡ് റണ്ണർ അപ്പ് ശ്രീഷ്മ. ശ്രീഷ്മ, എന്തോ അങ്ങനെ ലോട്ടൊക്കെ എടുത്തോ? ലോട്ടെടുത്തു, നറുക്കെടുത്തു. ഭാഗ്യം നമ്മുടെ കൂടെയാണോ? അതെ. അതെ. ഏതാണ് ഫേവറേറ്റ് സോങ് റൗണ്ട് ആണ്? അത് തന്നെയാണോ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്തത്? ഓക്കെ, ടെൻഷൻ അടിപ്പിക്കുന്നില്ല, കൂളായിട്ട് പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഏതോ
ശ്രീഷ്മ എന്തോ അങ്ങനെ ഫേവറേറ്റ് സോങ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലായിരുന്നു. ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ധൈര്യവും ആ ഒരു ഇതൊന്നും കാണുന്നില്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. ചെറിയൊരു ചെറുതായിട്ട് ഇങ്ങനെ മിഴുങ്ങാനായിട്ടൊരു വിഷമമുണ്ടായിരുന്നു. ഗായത്രി, ശ്രീഷ്മേനെ ഞാൻ ഫസ്റ്റ് സീസണിൽ കേട്ടതാണ്, അതിനുശേഷം ഇപ്പോഴാണ് കേൾക്കുന്നത്. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന അതേ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് സിംഗിങ് ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബ്രൈറ്റ് വോയിസ്, നല്ല ലയിച്ചിട്ടുള്ള ഇതാണെങ്കിൽ എന്തൊരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. അത് ആരാ സെലക്ട് ചെയ്തെന്ന് മോൾക്ക്? ഇതെന്റെ അച്ഛൻ. അച്ഛനൊരു സ്പെഷ്യൽ സല്യൂട്ട്. മോള് വളരെ നന്നായി പാടി. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു. ചേട്ടാ നന്നായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേട്ടാ. നല്ല ഡൈനാമിക്സ്, നല്ല ഭാവം കൊടുത്ത് പാടി. ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നാം ഒഴുകുന്നു അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളില്ലേ ചരണത്തില്, അതൊക്കെ വളരെ മനോഹരമായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഇനി ശ്രീഷ്മയുടെ പാട്ട് ഒരുപാട് കേട്ട ഒരാളാണ് ഇനി അടുത്തായി വിധി പറയാൻ പോകുന്നത്. മഞ്ജരി പറഞ്ഞോളൂ. ശ്രീഷ്മ എന്തോ അസലായിരുന്നു. താങ്ക് യു ചേച്ചി. താങ്ക് യു. എനിക്കും ഇതേ അഭിപ്രായമാണ്. മധുചേട്ടൻ ഞാനും പോർഷൻസ് തന്നെ ഞാനും എഴുതി വെച്ചിരിക്കുന്നത്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ശരി, ആശ ചേച്ചി. ശ്രീഷ്മ, ഞാൻ ആദ്യമായിട്ടാണ് മോളുടെ പാട്ട് കേൾക്കുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് ഒരു ടെൻഷനോ ഒന്നും തോന്നിയില്ല. കാരണം അതിലൊരു കാരണം കൂടി ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഏറ്റവും ആദ്യത്തെ ഏതാന്ന് ചോദിച്ചാൽ ഈ പാട്ടായിരിക്കും. അതില് പാളങ്ങളല്ലേ സിനിമ, പാളങ്ങൾ. അതില് നെടുമുടി വേണുചേട്ടനും സെറീന മാമൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഓരോ സീൻസും, ആ ട്രെയിനും ആ പാളങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സീൻസാണ്. അതേ ഫീലിലാണ് കേട്ടോ ഞാൻ പാട്ട് കേട്ടത്. പല സമയത്തും കണ്ണടച്ചിട്ടാണ് കേട്ടത്. ആ വിഷ്വൽ മനസ്സിലാലോചിച്ച് ഭയങ്കര രസമായിട്ട് തന്നെ പാടി. വെരി നൈസ്, നല്ല രസമായിട്ട് പാടി. പറയാൻ വാക്കുകളില്ല, ഗംഭീരായിരുന്നു. താങ്ക് യു. ശ്രീഷ്മ, അപ്പൊ എന്തായാലും ജഡ്ജ്മെന്റ് ഒക്കെ വലിയ തെറ്റില്ലാത്ത ജഡ്ജ്മെന്റ് ആണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ശ്രീഷ്മ സേഫ് ആകുമോ ഡേഞ്ചർ സോണിലാകുമോ എന്നൊക്കെ നമുക്ക് വഴി അറിയാം അല്ലെ? ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല. ടെൻഷൻ അടുപ്പിക്കണോ? വേണ്ട. ടെൻഷൻ അടിക്കണോ? വേണ്ട. വേണ്ട. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് അറിയാം അല്ലേ? ടെൻഷൻ അടിക്കേണ്ടി വരുമോ? വേണ്ട ഡേഞ്ചേട്ടാ, വേഗം അങ്ങോട്ട് പറഞ്ഞേക്ക്. ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് ലൈറ്റ് മാറും, ശബ്ദം വരും, അപ്പൊ ടെൻഷൻ അടിച്ചു പോവും. അപ്പൊ ചെറുതായിട്ടൊന്നും ടെൻഷൻ അടിച്ചില്ലെങ്കിലും മുഖത്ത് ടെൻഷൻ കാണിച്ചോളൂ. ശ്രീഷ്മ, ഇന്നത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ശ്രീഷ്മ ഏത് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ അറിയാം. സേഫ് സോൺ ആകുമോ ഡേഞ്ചർ സോൺ ആകുമോ? ഇതൊരു മെഗാ ഫൈനൽ ആയതുകൊണ്ട് തന്നെ നല്ല കമന്റ്സ് മാത്രമാണ് നമ്മുടെ ജഡ്ജസ് പറയുകയുള്ളൂ. പക്ഷേ ഒരു ബേസ് മാർക്ക് നമുക്കുണ്ട്. ആ ബേസ് മാർക്കിന് മേലെ പെർഫോം ചെയ്ത് എത്തിച്ചാൽ മാത്രമേ നിങ്ങൾ സേഫ് സോൺ ആകൂ, അല്ലെങ്കിൽ ഡേഞ്ചർ സോൺ ആണ്. ശ്രീഷ്മയുടെ ഇന്നത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ എത്തിയിരിക്കുന്ന പൊസിഷൻ, ശ്രീഷ്മ യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഞാൻ വരെ പേടിച്ചുപോയോ? ഇതൊന്നല്ല, എലിമിനേഷൻ കാണണം. എലിമിനേഷൻ ആണ് എന്റെ മെയിൻ ഐറ്റം. ടെൻഷൻ അടിപ്പിച്ച് കൊല്ലും. ഞങ്ങളെ ഇട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ടക് 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 എന്നെ നെഞ്ചിരുന്ന് ഇങ്ങനെ ഇടിക്കുകയായിരുന്നു. ഭഗവാൻ എന്താ പറയാൻ പോകുന്നത്? എന്തായാലും ശ്രീഷ്മ സേഫ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത വീക്കിലോട്ട് സേഫ് ആയി ലാൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട. അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്തോളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇനി നമുക്കൊരു ചീഫ് ഗസ്റ്റ് ഉണ്ട്. ദിവ്യ മാം, ഒരു മുഴുവൻ പാട്ട് മാം പാടുന്നത് കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അതെ, കാതോർത്തിരിക്കുകയാണ്. ഒരു കാര്യം കൂടി, ഞാനൊരു ഭയങ്കര ഫാനാണ് മാമിന്റെ. വർഷങ്ങളായിട്ടുള്ള കാര്യം. എല്ലാ തലത്തിലും, അതായത് വിദ്യാഭ്യാസത്തിലും നൃത്തത്തിലും സംഗീതത്തിലും ഒക്കെ എക്സൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. ചിലതിൽ വളരെ മിടുക്കരായിരിക്കും, പക്ഷെ എല്ലാം കൂടെ ചേർന്ന് കിട്ടുന്ന ഇറ്റ്സ് നോട്ട് ഈസി. അപ്പൊ ഒരു ഗായിക മാത്രമല്ല, ഗംഭീരമായിട്ട് നൃത്തം ചെയ്യുന്ന ഒരു നർത്തകി കൂടിയാണ്. ഇതൊക്കെ പറയുമ്പോ ശരിക്കും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കേൾക്കുന്നതാണ് സത്യമാണ്. അതെ. അപ്പൊ മാം, ഞങ്ങൾക്ക് വേണ്ടി ഒരു 4 വരി. മഞ്ജരി, യെസ് ഷാൽ വി? യെസ് വി ഷാൽ. അതെ, ഓക്കെ. അപ്പൊ ആരൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടാൻ പോവാ. ഓക്കെ ഓക്കെ. യെസ്. கேள்வி என்ன, என் கண்ணு ரொம்ப அழகா,
വെരി ഗുഡ് വെരി ഗുഡ്. Amazing. Superb. രണ്ടുപേർക്കും ഗോൾഡൻ ബസ. ഹോ, അങ്ങനെ ആ ഒരു ആഗ്രഹം കാണാൻ സാധിച്ചു. അതെ, എങ്ങനെയുണ്ടായിരുന്നു? കലക്കി, ഒരു വാക്കുകൾ കിട്ടുന്നില്ല, പൊളിച്ചു. ഉഗ്രൻ ായിരുന്നു കേട്ടോ, ഗംഭീരായിരുന്നു. ആ വോയിസ് മോഡുലേഷനും പവറും എല്ലാം കലക്കി. അതെ 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 അതെ. പഠിച്ചു. ഇനിയിപ്പോ ഡെയിൻ ഇവിടെ ഇരുത്താലോ? അതെന്താ? എല്ലാം കറക്റ്റ് ആയിട്ട്. അങ്ങനെ നിങ്ങളിൽ നിന്ന് അങ്ങനെ കിട്ടുന്ന അറിവുകളൊക്കെ ശേഖരിച്ച് വെക്കുന്നു, അത്രേ ഉള്ളൂ. അഹങ്കാരമൊന്നുമില്ല, അത് കണ്ടപ്പോ മനസ്സിലായി. ശരി മാം, താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. കാരണം നമ്മളൊരു പെർഫോമൻസ് ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാൻ പ്രതീക്ഷിച്ചതാണ്. കാരണം ഞാൻ ഒരുപാട് വേദികളിൽ ഞാൻ പ്രോഗ്രാം ചെയ്ത സമയത്തും നമ്മുടെ ഈ പ്രിയപ്പെട്ട സുഹൃത്ത് സ്റ്റേജിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും സർവകലാവല്ലഭ വല്ലഭി ശരിക്കും നമ്മുടെ ഈ മ്യൂസിക്കൽ വൈഫില് ഏറ്റവും ഉചിതമായ ഒരു വ്യക്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീരെ സമയമില്ലാത്തൊരു ആളാണ്. ഒരുപാട് സോഷ്യൽ സർവീസസും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി. സംഗീതത്തിനും നൃത്തത്തിനും കലാപരമായിട്ട് ഒരുപാട് സമയം കണ്ടെത്തുന്ന ഒരാൾ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വേദിയിൽ ദിവ്യ മാം ഒരു പ്രചോദനമാണ്, ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഇവിടെ വന്ന് പാടുന്ന ഓരോ കണ്ടസ്റ്റൻസിനും. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഇത്രയും നല്ല വാക്കുകൾ പറയുന്നു എന്നുണ്ടെങ്കിലും എനിക്കറിയാം പ്രശ്നങ്ങളും പരിമിതികളും ഒക്കെ ഉണ്ട് എൻ്റെ പാട്ടിനും നൃത്തത്തിനും എന്നൊക്കെ. അതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. തുടർന്നും ഇത്തരം മഹാവേദികളിൽ വന്ന് പെർഫോം ചെയ്യാനുള്ള യാതൊരു കഴിവും എനിക്കില്ലാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും അത് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ കലയോടുള്ളൊരു ആസക്തിയും മറ്റുള്ളവരിൽ തീർച്ചയായിട്ടും അത് ഉണർത്തണം എന്നുള്ള ഒരു പരമമായിട്ടുള്ള ആഗ്രഹവും കൊണ്ട് മാത്രമാണ്.